വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവശക്തി അത് അത്ഭുതാവകവും മാനുഷിക ബുദ്ധിക്ക് ചിന്തിക്കുന്നതിനേക്കാൾ മേൽത്തരവുമാണ്. 91 സങ്കീർത്തനം 13 വാക്യം. സിംഹത്തിന്മേലും അണനുമേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. അതെ, മനുഷ്യ സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ മനുഷ്യനെ തകർത്ത് കളയുവാൻ, ഇല്ലായ്മ ചെയ്യുവാൻ ഏദൻ തോട്ടത്തിൽ വെച്ച് ശത്രു പ്ലാൻ ചെയ്തു. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 3 അധ്യായം അതിൻ്റെ 15 വാക്യം, ഞാൻ നിനക്കും നിൻ്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വമുണ്ടാക്കും, അവൻ നിൻ്റെ തല തകർക്കും. അതെ, ശത്രുവിൻ്റെ തലയെ തകർക്കത്തക്കവണ്ണമുള്ള ഒരു ദൈവിക വാഗ്ദത്തം ദൈവം ഏദനിൽ വെച്ച് തന്നെ മനുഷ്യൻ്റെ മേൽ വെച്ചു. ലൂക്കോസിൻ്റെ സുവിശേഷം 10 അധ്യായം 19 വാക്യം വായിക്കുമ്പോൾ, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടിക്കളയുവാൻ ഞാൻ നിനക്ക് അധികാരം തന്നു, ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ല. അതെ, ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവവൈതലെ, സിംഹത്തിന്മേലും അണലിമേലും ചവിട്ടുവാനുള്ള അധികാരം ദൈവം നമുക്ക് തന്നു. ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും മെതിച്ചു കളയുവാനുള്ള അധികാരം ദൈവം നമുക്ക് തന്നു. മൂന്നാമതായി, ഒന്നും നിനക്ക് ദോഷം വരുത്താതെ വണ്ണം ദൈവകൃപയിൽ നിന്നെ നിർത്തുവാനുള്ള ദൈവിക അധികാരവും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും ദൈവം നമ്മളുടെ മേൽ നൽകിയിരിക്കുന്നു. മാത്രമല്ല, മാർക്കോസിൻ്റെ സുവിശേഷം 16 അധ്യായം 17-18 വാക്യങ്ങൾ വായിക്കുമ്പോൾ, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും, എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചടക്കും, മരണകരമായ യാതൊന്ന് കടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല. അതെ, ഒരു ഹാനിയും വരുത്താതെ വണ്ണം, ഒരു ദോഷവും വരാതെ വണ്ണം ദൈവം തൻ്റെ മക്കളെ പരിപാലിക്കും എന്നത് ശ്രേഷ്ഠമേറിയ ചിന്തയാണ്. അത് പലപ്പോഴും ഗ്രഹിക്കുവാൻ നമുക്ക് കഴിയാതെ നാം ദൈവസന്നിധിയിൽ അവിശ്വസ്തരായി തീരാറുണ്ട്. പലപ്പോഴും നിരാശകളും പ്രയാസങ്ങളും നമ്മളെ കാർന്നു പിടിക്കും. എങ്കിലും മറന്നു പോകരുത്, ദൈവത്തിന് നിൻ്റെ മേലൊരു അധികാരമുണ്ട്, ദൈവത്തിന് നമ്മളുടെ മേലൊരു സംരക്ഷണമുണ്ട്. അതാർക്കും തകർത്ത് കളയുവാൻ കഴിയാത്ത സംരക്ഷണമാണ്. അതുകൊണ്ട് ദൈവിക നീതിക്കായി, കൽപ്പനയ്ക്കായി, ദൈവാലോചനയ്ക്കായി നമുക്ക് ദൈവസന്നിധിയിൽ താണിരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.